നമസ്കാരം. നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയും നടി തൃഷയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി പ്രചരിക്കുകയാണ്. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന ഹർജി നൽകിയതിനു പിന്നാലെയാണ് തൃഷയുമായി പ്രണയത്തിലാണെന്ന തരത്തിലെ അഭ്യൂഹം ഉണ്ടായത്. ഇരുവരും ഒന്നിച്ച് പൊതു ഇടങ്ങളിൽ എത്തിയതും ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ വിജയെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തിരിക്കുകയാണ് തൃഷ. കഴിഞ്ഞ വർഷം മുതൽ വിജയുടെ പിറന്നാളിന് മുടങ്ങാതെ ആശംസകൾ നേരുന്ന തൃഷ ഇത്തവണ ഈ ഡിജിറ്റൽ അകലം പാലിച്ചതിനു പിന്നിൽ ആരാധകർ പല കഥകളും മെനയുന്നുണ്ട്. തൃഷയുടെ ഈ നീക്കം വെറും യാദൃച്ഛികമല്ലെന്ന് ഉറപ്പാണ്. അതിന് മുന്നോടിയായി വിജയും തൃഷയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ സിനിമാ കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നൽകിയ സമയത്താണ് ഈ വാർത്തകൾക്ക് ചിറകുമുണ്ടായത്. ഇരുവരും പൊതുവേദികളിൽ ഒന്നിച്ചെത്തിയതും തൃഷ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതുമെല്ലാം ഈ ഗോസിപ്പുകൾക്ക് തീവ്രത കൂട്ടി. എന്നാൽ കാര്യങ്ങൾ വീണ്ടും മാറിമറിയുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയും സംഗീതയും വീണ്ടും ഒന്നിച്ചെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ സജീവമായിരുന്നു. ലണ്ടനിലായിരുന്ന സംഗീത ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയെന്നും കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖറിന്റെ ഇടപെടലിൽ ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിച്ചു എന്നാണ് പുതിയ വിവരം. സംഗീത നൽകിയ വിവാഹമോചന കേസ് കോടതിയിലിരിക്കെയാണ് ഈ വീണ്ടും ഒത്തുചേരൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ദമ്പതികൾക്കിടയിലെ ഭിന്നതകൾ പരിഹരിക്കാൻ കുടുംബാംഗങ്ങൾ ശക്തമായി മുന്നിട്ടിറങ്ങിയെന്നാണ് സൂചന. ഈ ഒത്തുതീർപ്പിന് പിന്നിലെ മാസ്റ്റർ മൈൻഡ് ദളപതിയുടെ അമ്മ ശോഭ ചന്ദ്രശേഖറാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അമ്മയുടെയും മുതിർന്ന ബന്ധുക്കളുടെയും സ്നേഹനിർഭരമായ ഇടപെടലുകളെ തുടർന്നാണ് ഇത്തരത്തിൽ ഈയൊരു നീക്കത്തിലേക്ക് എത്തിയത്. വിജയും സംഗീതയും ഇപ്പോൾ ഒരേ വീട്ടിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മുമ്പ് അച്ഛൻ എസ് എ ചന്ദ്രശേഖറുമായുള്ള വിജയുടെ പിണക്കത്തിലും അമ്മ ശോഭ ഇടപെട്ടാണ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും വിജയ് അമ്മയുടെ വാക്ക് കേൾക്കുമെന്ന് തന്നെയാണ് ആരാധക പ്രതീക്ഷ. അതേസമയം ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വാർത്തകളോട് വിജയോ സംഗീതയോ അവരുടെ കുടുംബാംഗങ്ങളോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ വാർത്തകൾ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. ചെന്നൈ ചെങ്കൽപ്പെട്ട് ഫാമിലി കോടതിയിലുള്ള വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇനി മാറ്റമുണ്ടാകുമോ എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇരുവരും ഒന്നിക്കും എന്ന വാർത്തകളാണ് കൂടുതലായും തമിഴ് ലോകത്തിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിജയും തൃഷയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും. ജൂൺ മാസത്തിൽ തന്നെ ഇരുവരും ഒന്നിക്കുമെന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത്. എന്തായാലും വിജയുടെ അമ്മയാണ് ഇതിനെല്ലാം മുന്നിട്ടിറങ്ങിയെന്നാണ് ആരാധകർ പറയുന്നത്. ഇരുവരും ഒന്നിക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ ഏറെ ശ്രമിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വിജയെ അൺഫോളോ ചെയ്ത് തൃഷ എത്തിയത്.